ഇനി നമുക്ക് ശംഖുപുഷ്പത്തിന്റെ മഹത്വത്തെ കുറിച്ചാണ് പറയേണ്ടത്. ശംഖുപുഷ്പത്തിന്റെ ആയുർവേദപരമായിട്ടും ഒക്കെയുള്ള ഗുണങ്ങളും അത് ഉപയോഗിക്കേണ്ട രീതിയും ഒക്കെ കാണിച്ചുകൊണ്ട് ഞാൻ പ്രത്യേക ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ അതിന്റെ ആധ്യാത്മിക വശങ്ങളും അതിന്റെ ഐതിഹ്യവുമാണ് പറയുന്നത്. നമ്മുടെ വേലികളിലും ഉദ്യാനങ്ങളിലും ഒക്കെ കാണപ്പെടുന്ന അതിമനോഹരമായിട്ടുള്ള നീല നിറത്തിലുള്ള പുഷ്പമാണ് ശംഖുപുഷ്പം. നീലോൽപ്പലം എന്നാണ് ശംഖുപുഷ്പത്തിന്റെ വിളിപ്പേര്. ശംഖിന്റെ ആകൃതിയിൽ ഉള്ളത് കൊണ്ടാണ് ഇതിന് ശംഖുപുഷ്പം എന്ന് പറയുന്നത്. ഇത് നീല നിറത്തിലും വെള്ള നിറത്തിലും ഒക്കെ ഉണ്ട്. എന്നാൽ നീല നിറത്തിലുള്ളതിനാണ് ഗുണം കൂടുതലായിട്ട് പറയപ്പെടുന്നത്. ഈ പുഷ്പത്തെ ഗണപതിയുടെ അംശമായി കരുതുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ചൊവ്വ, ശനി എന്നീ ദിവസങ്ങളിൽ ഇത് മാല കെട്ടി ഗണപതി ഭഗവാന് ചാർത്തുന്ന പക്ഷം ആ വ്യക്തികൾക്ക് കടങ്ങളെല്ലാം തീരും, സാമ്പത്തിക ഉന്നതിയും ഉണ്ടാകുമെന്നാണ് വിശ്വാസം. അതോടൊപ്പം വീട്ടിൽ ഒരു ശംഖിന്റെ കോലമിട്ട് ഒരു ദീപം കത്തിച്ചു വെച്ച് പ്രാർത്ഥിക്കുന്നതും ഐശ്വര്യത്തെ പ്രദാനം ചെയ്യുമെന്നാണ് വിശ്വാസം. കൂടാതെ മഹാവിഷ്ണുവിന് ശംഖുപുഷ്പം മാലയായിട്ടോ അല്ലാതെയോ ഏകാദശി, ശനിയാഴ്ച എന്നീ ദിവസങ്ങളിൽ സമർപ്പിക്കുന്നത് വിഷ്ണു പ്രീതിക്ക് സഹായകരമാണ്. അതോടൊപ്പം വിഷ്ണു സഹസ്രനാമം ജപിച്ചുകൊണ്ട് നിവേദ്യം സമർപ്പിച്ച് പൂജിച്ചാൽ മഹാവിഷ്ണുവിന്റെ പ്രീതി ലഭിക്കുകയും ആ വ്യക്തിക്ക് സാമ്പത്തികമായി നല്ല ഉയർച്ച ഉണ്ടാകുകയും ചെയ്യുമെന്നാണ് വിശ്വാസം. സന്താന ഭാഗ്യമില്ലാത്തവർ വലം പിരി ശംഖ് എടുത്ത് സ്വസ്തിക കോലം മരപ്പലകയിൽ വരച്ചതിന് ശേഷം അതിൽ ഈ ശംഖ് വെച്ച് അതിന്റെ മുന്നിലായി വിഷ്ണുവിന്റെയും മഹാലക്ഷ്മിയുടെയും ഒക്കെ ഫോട്ടോ വെച്ച് അലങ്കരിച്ച് ശംഖുപുഷ്പവും തുളസിയും കൊണ്ട് അർച്ചന നടത്തി പ്രാർത്ഥിക്കുന്ന പക്ഷം സന്താന ഭാഗ്യം ഉണ്ടാകുമെന്നാണ് വിശ്വാസം. ഈ ശംഖുപുഷ്പപ്പൂവ് പലയിടത്തും വേലികളിലൊക്കെ പടർന്ന് നല്ല രീതിയിൽ കാണപ്പെടുന്നുണ്ട്. എന്നാൽ പലർക്കും ഇതിന്റെ പ്രയോജനമൊന്നും അറിയില്ല. വെളിരാജ്യങ്ങളിലൊക്കെ ഇത് ഔഷധമായി ഉപയോഗിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഇത് ചായക്ക് പകരമായി, തേയിലയ്ക്ക് പകരമായി ശംഖുപുഷ്പം കൊണ്ടുള്ള ചായയും പലരും കുടിക്കാറുണ്ട്. നിരവധി ആരോഗ്യ ഗുണങ്ങളുള്ളതാണ് ശംഖുപുഷ്പം. ഞാൻ നേരത്തെ ചെയ്ത വീഡിയോ കണ്ടിട്ടില്ലാത്തവർ കാണുക. ജാതകദോഷം കൊണ്ട് പിരിഞ്ഞിരിക്കുന്ന ദമ്പതികൾ അവരുടെ ദോഷങ്ങൾ ഇല്ലാതാക്കാനായിട്ട് ശംഖുപുഷ്പത്തിന്റെ ചാറെടുത്ത് ചന്ദനം, മഞ്ഞൾ, ഗോരോചനം, പുനുക്ക്, ജവ്വാദ് എന്നിവയൊക്കെ ചാലിച്ചുകൊണ്ട് നെറ്റിയിലും പുരികത്തിലുമൊക്കെ തിലകമിട്ടുകൊണ്ട് പാർവതി ദേവിയെ പ്രാർത്ഥിച്ചാൽ ഫലം ഉറപ്പാകുമെന്നാണ്. ദാമ്പത്യ ജീവിതം സുഖകരമാകും. പിരിഞ്ഞു നിന്നവർ ഒന്നിക്കുന്നതാണ്. വ്യാപാര അഭിവൃദ്ധിക്കായിട്ടും ഇത്തരത്തിൽ ഈ തിലകം തൊടാവുന്നതാണ്. വളരെ വിശേഷപ്പെട്ട അറിവാണ് ഇത്. മറ്റുള്ളവരിലേക്കും പകർന്നു നൽകുക.